വെൽക്കം ബാക്ക് ടു ട്രിപ്പ് ഓൺ ടൈം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗുൽമർഗിലേക്ക് വരുന്ന വഴിയായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വെച്ചാണ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇത് ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഗുൽമർഗിൻ്റെ കംപ്ലീറ്റ് കാഴ്ചകൾ കാണാൻ പോവുകയാണ്. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മൾ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോയും ഏറ്റവും നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. കാശ്മീർ യാത്രയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചതിന് ശേഷം ട്രെയിനിലിരിക്കുമ്പോഴും പോകുന്ന വഴിയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നിറഞ്ഞ യാത്രക്കിടയിലെല്ലാം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് മഞ്ഞ് പെയ്യുന്ന കാശ്മീരിൻ്റെ താഴ്വരയിലൂടെ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്വപ്നം ശരിക്കും യാഥാർത്ഥ്യമാകുന്ന നിമിഷമാണ് ഗുൽമർഗ്. കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഗുൽമർഗ്. ഇവിടേക്കുള്ള യാത്ര കഴിഞ്ഞ വീഡിയോ ആയിട്ട് നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ കാണാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ 4-5 ദിവസത്തെ യാത്രയിൽ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ സ്നോഫോൾ എക്സ്പ്ലോർ ചെയ്യുവാണ്. നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തിട്ട് ഇതിലൂടെ നടക്കുകയാണ്. കാരണം ഇന്നേ വരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഫീലിംഗ്, ആ ഒരു കാഴ്ച, ആ ഒരു അനുഭവം അത് പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയും എൻജോയ് ചെയ്തൊരു മൊമെൻറ്റ് എൻ്റെ ലൈഫിൽ വേറെ ഉണ്ടായിട്ടില്ല. ഈ യാത്രയിൽ ഞങ്ങൾ ശരിക്കും ഹാപ്പിയാണ്. കാരണം ഗുൽമർഗിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഇവിടെ സ്നോഫോൾ തുടങ്ങിയത്. അന്വേഷിച്ച് പറയാൻ സാധിച്ചത് കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട് ഇവിടെ സ്നോഫോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇത്രയധികം ദൂരം താണ്ടി നമ്മളിവിടെ വന്നത് ഇത് കാണാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ദൈവം നമുക്കത് ഗിഫ്റ്റ് ചെയ്ത പോലെ തന്നെ ഒന്നും പറയാനില്ലാത്ത പോലെ കിടിലൻ ക്ലൈമറ്റ് ഞങ്ങൾക്ക് അവിടെ തന്നു കേട്ടോ. അത് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അതുപോലെ സ്നോഫോൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ലണ്ടനിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ ഒക്കെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ കാശ്മീരിൽ ഇതുപോലെ ആ ഒരു മഞ്ഞ് പെയ്യുന്ന കാഴ്ച അമേസിങ് എക്സ്പീരിയൻസ് ആണ്. അമേസിങ് എക്സ്പീരിയൻസ്. ഒരു രക്ഷയില്ലാത്ത വൈബാണ്, ഒരു രക്ഷയില്ലാത്ത വൈബ് കിട്ടുന്ന വൈബ്. ഡ്രൈവർ ഭായി നമ്മുടെ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളെ കാശ്മീരി ഡ്രൈവർ ഭായിനെ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ്. അൺഎക്സ്പെക്ടഡ് വൈബ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ്. ഒട്ടും പ്രതീക്ഷയില്ല നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്നോഫോൾ കിട്ടുന്നു കേട്ടോ. വെരി വെരി ഹാപ്പി. അടിപൊളി കിട്ടില്ല ഒരു കമ്പനി കൂടെ നമുക്ക് കിട്ടി കേട്ടോ. നമ്മുടെ ഡ്രൈവർ ഭയ്യ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ നേരിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങളിലൊന്നാണ് മഞ്ഞ് പെയ്യുന്ന ഈ ഗുൽമർഗിൻ്റെ അടിപൊളി കാഴ്ചകൾ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഏതാണ്ട് ഒരു 5-6 അടി ഹൈറ്റിലാണ് ഇവിടെ സ്നോ ഒരു കട്ട പോലെ ഇങ്ങനെ വലിയ പാറ പോലെ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ നിൽക്കുന്ന അതേ ഹൈറ്റിന് തന്നെ ശരിക്കും ഇവിടെ സ്നോ വീണ് കിടക്കുകയാണ്. മഞ്ഞ് അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം പെയ്തുകൊണ്ടിരിക്കുകയാണ്. സഞ്ചാരികളെ കൊണ്ട് ഗുൽമർഗ് ആകെ നിറഞ്ഞിരിക്കുകയാണ്. എവിടെ നോക്കിയാലും നിറയെ സഞ്ചാരികൾ വന്നിട്ടുള്ള വണ്ടികളും അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ മുഖത്ത് നമുക്കറിയാൻ പറ്റും അവരെത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത്. ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ തന്നെ ഒരു 3-4 തവണ ഇവിടെ തെന്നി മറിഞ്ഞ് വീണിട്ടുണ്ട്. കാരണം നമ്മൾ ഈ വീഴുന്ന മഞ്ഞുകളെല്ലാം തന്നെ റോഡിൽ നല്ല തരിതരി പോലെ കിടക്കുകയാണ്. നമ്മളെങ്ങനെ ചവിട്ടിയാലും തെന്നി മറിഞ്ഞ് ഉറപ്പായിട്ടും വീഴും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് മിഥുൻ നേരെ വലത് കാലെടുത്ത് വെച്ചത് മറിഞ്ഞിടിച്ച് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ വീണു. 2-3 തവണ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണപ്പോഴെല്ലാം എൻ്റെ ഗ്ലൗസും കാര്യങ്ങളും എല്ലാം തന്നെ മൊത്തം നനഞ്ഞ്. കാരണം മൊബൈൽ എനിക്ക് കൺട്രോൾ ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ ഗ്ലൗസ് ഊരി വെച്ചിട്ടാണ് നമ്മൾ മൊബൈൽ കൺട്രോൾ ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ വീണപ്പോഴത്തേക്കും മഞ്ഞിനകത്തേക്ക് ഗ്ലൗസ് അങ്ങ് പോയിട്ട് ഗ്ലൗസ് മൊത്തം നനഞ്ഞു പോയി. ഞാൻ പുതിയ ഗ്ലൗസ് മേടിക്കാനായിട്ടൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ചേട്ടൻ എനിക്ക് കൈ വാമാക്കാനായിട്ടുള്ള ആ ഒരു ഹീറ്റിംഗ് മെഷീനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ എൻ്റെ സെൽഫി സ്റ്റിക്കും കാര്യങ്ങളെല്ലാം തന്നെ ആ ഷോപ്പിൽ വെച്ചിട്ട് ആ ചേട്ടനോട് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഈ ഗ്ലൗസ് ഞാൻ വീണപ്പോൾ എൻ്റെ പഴയ ഗ്ലൗസ് അങ്ങ് പോയി കേട്ടോ. എൻ്റെ കൈ മരച്ച് വല്ലാണ്ട് സീനായി. അത് നമ്മുടെ ഷോപ്പിൽ അവിടെ കയറിയിട്ട് നമ്മുടെ സെൽഫി സ്റ്റിക്ക് അവിടെ വെച്ചു. കാര്യം നമ്മൾ സെൽഫി സ്റ്റിക്ക് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മുടെ സെൽഫി സ്റ്റിക്ക് അവിടെ വെച്ചു. അപ്പോൾ അതും വെച്ചു. ഇനി പുതിയ ഗ്ലൗസും വാങ്ങി. 100 രൂപയുള്ളൂ. ഏതായാലും വർത്തായി കേട്ടോ. ഇതില്ലെങ്കിൽ പറ്റത്തില്ല. അത് ഇവിടെ നമ്മുടെ സ്കേറ്റിംഗ് വണ്ടിയെല്ലാം കിടപ്പുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ വന്ന 2 പേരുണ്ട്, അവന്മാരെ കണ്ടുപിടിക്കണം. അവന്മാർ എവിടെയോ പോയിട്ടുണ്ട്, ഇത് കണ്ട് വട്ടളകി എങ്ങോട്ടോ പോയിട്ടുണ്ട്. നമുക്ക് ഏതായാലും പോയി നോക്കാം കേട്ടോ. നല്ല തിരക്കാണ്. ഇന്നലെ 1 മണിക്കൂർ ഇല്ല, അരമണിക്കൂർ എന്തോ സ്നോഫോൾ ഉണ്ടായിരുന്നുള്ളൂ ഗുൽമർഗിൽ. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ വെരി ലക്കിയായി കേട്ടോ. ഇത്രയും ഇങ്ങനൊരു സ്നോ ഉണ്ടെന്ന് നമുക്ക് കൺഫേം ആയിരുന്നു ഈ ടൈമിൽ. നമ്മളിപ്പോൾ ഈ മാർച്ച് മാസമാണ് വന്നത്, ഈ സമയത്ത് സ്നോ ഉണ്ടെന്നുള്ള കാര്യം കൺഫേം ആയിരുന്നു. പക്ഷേ സ്നോ ഫോൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഇവിടെ ബേബി ജാക്കറ്റ് ഇടപ്പുണ്ട്. നമുക്ക് നാളെ നമുക്ക് ഡാൽഗേറ്റിൽ നമുക്ക് ഏതൊരു ജാക്കറ്റ് വാങ്ങണം. ഇവിടെ ഉണ്ടല്ലോ തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാര്യം നമ്മൾ ഇവിടെ നിന്ന് ഈ സാധനം, അയ്യോ എൻ്റെ മോനെ, ഈ സാധനം മസ്റ്റാണ്. ഇതില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഷൂ നനഞ്ഞ് വല്ലാണ്ടാവും. അപ്പോൾ ഇത് മസ്റ്റാണ്. പിന്നെ ഗുൽമർഗ് ഒരു രക്ഷയില്ല, അടിപൊളി. നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോയ പോലത്തെ ഒരു ഫീലാണ് ശരിക്കും ഇവിടെ കിട്ടുന്നത് കേട്ടോ. എനിക്കിവിടെ കൂടുതലും മലയാളികളാണ്. അപ്പോൾ ഒരുപാട് മലപ്പുറംകാരും കോഴിക്കോടുകാരും, ഏറ്റവും കൂടുതൽ മലപ്പുറംകാരാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ സ്നോയിൽ റൈഡ് ചെയ്യുന്ന വണ്ടി, നമ്മുടെ ഓഫ് റോഡ് വണ്ടിയെല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെ എല്ലാം ആക്ടിവിറ്റീസാണ്. നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, എടുക്കാം. ഞാൻ ഏതായാലും ഒരു ഗ്ലൗ വാങ്ങി. എൻ്റെ പഴയ ഗ്ലൗസ് ഒന്നിനും പറ്റത്തില്ലായിരുന്നു. പിന്നെ തിരിച്ചു പോകുമ്പോൾ ആ ഷോപ്പ് ഓർമ്മ വെക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, ആ ഗ്രീൻ ഷോപ്പിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയാൽ മതി കേട്ടോ. മൊത്തം സ്നോ ആയിട്ട് എടുക്കുവാണ്. ഇനി താഴേക്ക് ഇറങ്ങി നമുക്ക് വേണമെങ്കിൽ ഒന്ന് തെന്നി കളിക്കാം. അങ്ങോട്ട് നോക്കിയേ, അവിടെ എന്താ കാട് നോക്കിയാൽ അതിന് അവിടെ ടെമ്പിൾ ഉണ്ടെന്നോ കേട്ടോ. എനിക്ക് എവിടെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. ശരിക്കും നമ്മൾ മാർച്ച് മാസമാണേ, ഗുൽമർഗിൽ അടിച്ച് പൊളിക്കണ സമയം. ഒരു രക്ഷയില്ലാത്ത മഞ്ഞ് കേട്ടോ. ഇത് 2 പ്രാവശ്യം ഇന്ന് വീണ്. ഇനി എനിക്ക് വീഴാൻ വയ്യ. 2 പ്രാവശ്യം വീണു, വല്ലം തട്ടിച്ചു. ഒരു തവണ എൻ്റെ ഗ്ലൗസും പോയി. ഫോണാണെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാനും പറ്റണില്ല. കൂടെ വന്നതൊക്കെ എന്തിയടേ, ഇതെന്തിനുള്ളത്, ഇതൊക്കെ കളിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ കൂടെ എന്താ കിടന്ന് കാണിക്കും. അയ്യോ, ഇതൊക്കെ ഏറ്റവും വലിച്ചുകൊണ്ട് പോകാനെന്ന് തോന്നുന്നു കേട്ടോ. ഏതായാലും ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ കൂടെ വന്ന ഗ്യാങ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. സെറ്റ്. ഈ ഗ്ലൗ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ 100 rupees വർത്ത് പോനെ, വർത്ത്. ഇതില്ലായിരുന്നെങ്കിൽ പെട്ടേനെ. എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തെന്നി ഊർന്നു വന്നുണ്ട് കേട്ടോ. നോക്കട്ടെ. ഓക്കെ, ഈ വീടിൻ്റെ മുകളിലേക്ക് നിങ്ങൾ നോക്കി എന്താണ് കാണുന്നത്. ആ ഒരു അതിൻ്റെ മുകളിൽ എന്താ കാണണം നോക്ക്. ഒരു ആക്ച്വലി ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ അവിടെ ഷോപ്പിൽ ചോദിച്ചപ്പോൾ 1/2 മണിക്കൂർ സ്നോഫോൾ ഉണ്ടായിരുന്നു. 1/2 മണിക്കൂർ. ഇന്ന് ഫുൾ ഡേ സ്നോഫോൾ. എനിക്ക് എന്താ പറയണ്ടെന്നും എവിടെ വീഴുണ്ടെന്നും എനിക്കറിയില്ല. ഗൈസ്, ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വെരി വെരി ഹാപ്പി. ഇവിടെ എന്താ പാർക്കും ചെയ്യുന്നുണ്ട്? എന്താ ഫോട്ടോ നമുക്ക് അങ്ങ് തെന്നി പോയിട്ട് എടുക്കാം. വാ, ഇവിടെ ഇതേ കയറിട്ടെന്നാ പരിപാടി, തന്നെ അളി. നമുക്ക് ഇതിൽ അങ്ങോട്ട് ഇറങ്ങിയാലോ? അത് വഴിയാ, അതിലിറങ്ങാം. നൈ വയ്യ, അല്ലാണ്ട് തന്നെ തെന്നി മറിഞ്ഞ് ഇഷ്ടം പോലെ വീഴുന്നുണ്ട്. ഇനി അതിന്റെ പുറത്ത് കയറി വീഴണം. എന്തിനാണ് ഇതില് പോവാ? ഈശ്വരാ, भैया ചുമ്മാ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങോട്ട് പോണോ? നമ്മുടെ കൂടെ വന്നേനെ കേട്ടോ പോണേ. എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്റെ പോലെ ഇവിടുന്ന് അങ്ങോട്ടൊരു വഴിയുണ്ട് കേട്ടോ. അത് പോണ വഴിയുണ്ട്. ആ വഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോവാ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കടലാണോ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഹെവൻ എന്ന് പറഞ്ഞ ഹെവൻലി ഫീൽ. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല ഗൈസ്. നിങ്ങളെ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇതാണ് സ്വർഗം. നമ്മളെപ്പോലുള്ള സഞ്ചാരികൾ വരുമ്പോൾ ഇവിടുത്തെ സിവിലിയൻസ് ഒരുപാട് പേര് ഇങ്ങനെ നമ്മളെ ഓരോ റൈഡും കാര്യങ്ങളൊക്കെ കാണിച്ച് എക്സൈറ്റ് ചെയ്യിച്ച് കോഫിയൊക്കെ കൊണ്ടുവന്ന് നമ്മളെ ഹാപ്പി ആക്കിയിട്ട് അതിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടി അവർ ജീവിക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലക കൊണ്ട് ഇങ്ങനെ ഒരു തടി അടിച്ചിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇതിനടിയിൽ ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനം പിടിപ്പിച്ചിരിക്കുകയാണ്. അതായത് അത് മഞ്ഞിൽ തെന്നി സ്കിഡായി പോകും. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കംപ്ലീറ്റ് പുൽത്തകിടിയാണ്. ഇവിടെ ഒരു ടെമ്പിളുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ പുൽത്തകിടിക്ക് പുറത്ത് കംപ്ലീറ്റ് സ്നോ വീണ് ഫില്ലായി കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.
ഇപ്പം ഇതിന് മുകളിലോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ ചേട്ടൻ നമ്മളെ ഒരു കയറുണ്ടല്ലോ അതിട്ട് വലിക്കും. അപ്പോൾ ഇതിൻ്റെ മഞ്ഞിലൂടെ മുകളിലൂടെ തെന്നി പോകുമ്പോൾ അതൊരു എൻജോയ്മെൻറ്റും അദ്ദേഹത്തിനൊരു വരുമാനം. ഇതാണ് സംഭവം. അപ്പോൾ ഇത് നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട് മിഥുൻ ബാർഗനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരുപാട് പേരെ ഇങ്ങനെ ആ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും അവനും ആ ഒരു റൈഡ് എടുക്കുന്നുണ്ട്. കാര്യം അവർക്കും ചെറിയൊരു എമൗണ്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങളും എല്ലാവരും അതിൽ കയറി കുറച്ച് നേരം ആ ചേട്ടൻ്റെ കൂടെയൊക്കെ എൻജോയ്മെൻ്റൊക്കെ ചെയ്ത് നടന്നു കേട്ടോ. ഇത് എവിടം വരെയാണ് അത്? മിഥുൻ ഏതായാലും ബാർഗെയിൻ ചെയ്ത് അതിൽ കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം, 150 രൂപയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വണ്ടിയിൽ 3 പേർക്കായിട്ട്. അതായത് ഒരാൾക്ക് 150 പറഞ്ഞത്, പിന്നീട് അത് പറഞ്ഞ് 3 പേർക്കാക്കിയിട്ടുണ്ട്. ഏതായാലും ഫസ്റ്റ് ടൈം മിഥുൻ കയറിയിട്ടുണ്ട്. ഒരു 10 മീറ്റർ പോലും വലിക്കുന്നില്ല. അതായത് ശരിക്കും പുള്ളിക്ക് നല്ല പ്രായമുണ്ട്, പുള്ളിക്ക് ഇത് വലിച്ചുകൊണ്ട് ഓടാൻ പറ്റുന്ന ഒരു ഹെൽത്തും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും അവർക്ക് ഒരു ചെറിയ വരുമാനം കിട്ടുക എന്നുള്ള രീതിയിലാണ്. പക്ഷേ പുള്ളി അത് നമ്മളെ കൊണ്ടും വലിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ കയറി ഇരുന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ട് തന്നെ അത് വലിപ്പിക്കുമ്പോൾ പുള്ളിക്ക് അത്രയും ഒരു റിസ്ക് എടുക്കണ്ട, പുള്ളിക്ക് പൈസയും കിട്ടും. അപ്പോൾ ആ ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ പുള്ളി നമ്മളടുത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും എന്നുണ്ടെങ്കിലും ഇതൊക്കെ ചെറിയ ചെറിയ കളികളാണ്. ഇനി ഇവിടെ നമ്മൾ കുറേ ഉള്ളിലേക്ക് ചെല്ലും തോറും അവിടെ കേബിൾ കാർ റൈഡിങ്ങും ഒക്കെ ഉണ്ട്. അതിൽ കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഗുൽമർഗിൻ്റെ ഈ കംപ്ലീറ്റ് മഞ്ഞ് വീണ് കിടക്കുന്ന താഴ്വരയുടെ മുകളിലൂടെ കേബിൾ കാറിൽ പോകുന്ന അത് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു അനുഭവമാണ്. ഏതായാലും ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു സമയം ഞങ്ങൾ കുറേ നേരം ഈ ഒരു സ്പോട്ടിൽ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. ഒരുപാട് നേരം നമ്മൾ മഞ്ഞിൽ കളിച്ചു. നമ്മൾ കൊതി തീരുന്നത് വരെ ഈ സ്നോഫോൾ ഇങ്ങനെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിലുടനീളം അങ്ങ് ദൂരെ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്തൂപം പോലെ കാണുന്ന ഒരു കെട്ടിടമാണ് മോഹിനേശ്വർ ടെമ്പിൾ അല്ലെങ്കിൽ മഹാറാണി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രമാണ്. ഇതുപോലെ ഗുൽമർഗിൽ എൻജോയ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം ഡിസംബർ ടു മാർച്ച് വിൻ്റർ ടൈമാണ്. ഏപ്രിൽ മാസം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഗുൽമർഗിൽ സമ്മർ സീസൺ ആരംഭിക്കുകയാണ്. ഇതിന് ശേഷം കംപ്ലീറ്റ് പച്ച വിരിച്ച പുൽത്തകിടിയായിട്ട് ഗുൽമർഗ് മാറുന്നുണ്ടാവും. ഈ ഒരു സമയം മുതൽ നമ്മുടെ ഗോൾഫ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ലൊക്കേഷൻ ക്രമീകരിക്കുന്നുണ്ടാവും. ആ ഒരു സമയത്താണ് നമ്മൾ വരുന്നതെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ലായിരിക്കും. ഞങ്ങളുടെ ഈ ഒരു യാത്ര ശരിക്കും ബഡ്ജറ്റ് ട്രാവൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മഞ്ഞിൽ കളിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത്. വിൻ്ററിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നല്ല ഗ്ലൗസും ജാക്കറ്റും എല്ലാം തന്നെ കയ്യിൽ കരുതുക. കാരണം നമ്മൾ മഞ്ഞിൽ കളിക്കുമ്പോൾ ഗ്ലൗസ് ഊരി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ കൈ കൊണ്ട് വാരുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ സൂചി തുളയുന്നത് പോലെ നല്ല രീതിയിൽ തണുപ്പ് തുളഞ്ഞു കയറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൈയൊക്കെ വല്ലാതെ മരവിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടാവും. ഇതുകൂടാതെ തന്നെ ഇവിടെ ഒരുപാട് റൈഡുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. നമ്മൾക്ക് കേബിൾ കാർ റൈഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ 800 രൂപയാണ് സ്റ്റാർട്ടിംഗ് ചാർജ് വരുന്നത്. ഇനി സീസൺ അനുസരിച്ച് ചിലപ്പോൾ റേറ്റ് വ്യത്യാസം ഉണ്ടാവാം. ഞങ്ങൾ പോയപ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് 800 രൂപയായിരുന്നു. അപ്പോൾ 800 രൂപ നിങ്ങൾ കൊടുത്തിട്ട് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റോ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ മഞ്ഞിൻ്റെ താഴ്വരയുടെ മുകളിലൂടെ അങ്ങനെ നമുക്ക് കേബിൾ കാറിൽ സഞ്ചരിക്കാൻ പറ്റുന്നതാണ്. അത് വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ. ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. നമ്മൾ 360 ഫുള്ള് ചുറ്റി നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മളൊരു വൈറ്റ് പേപ്പറിൽ തണുത്തുറഞ്ഞ് നിൽക്കുന്ന ഒരു അടിപൊളി ഫീല് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാശ്മീരിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഗുൽമർഗ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസുകളിൽ ഒന്ന് തന്നെയാണ്. അതൊരിക്കലും മിസ് ചെയ്യരുത്. ഈ യാത്രയിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള മറ്റൊരു സ്പോട്ടാണ് ദാൽ ലേക്ക്. ദാൽ ലേക്കിലെ ഷിക്കാര ബോട്ട് റൈഡ് നമ്മളുടെ ഏവരുടെയും ഒരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോ തീർച്ചയായിട്ടും ദാൽ ലേക്കിൻ്റെ കാഴ്ചകളായിരിക്കും. കാശ്മീരി സീരീസിൻ്റെ ഓരോ വീഡിയോയും 1 by 1 ആയിട്ട് നമ്മൾ ഓരോ എപ്പിസോഡ് വൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മളുടെ ട്രിപ്പ് ഓൺ ടൈം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ കൂടെ കൂടുക. നല്ല അടിപൊളി യാത്രാ വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. മഞ്ഞിൽ കളിക്കുന്നത് കാണാനായിട്ട് നമുക്ക് നല്ല ഭംഗിയൊക്കെ തോന്നും. പക്ഷേ കുറച്ച് നേരം മഞ്ഞിൽ കളിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാല് നമുക്ക് ശരിക്കും മരവിക്കാൻ തുടങ്ങും. നമ്മുടെ കൈയുമൊക്കെ തന്നെ നമുക്ക് പരിചയമില്ലാത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടാവാം നമുക്ക് വിചാരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം
നമ്മൾ നല്ല ജാക്കറ്റും നല്ല ഷൂസും കാര്യങ്ങളൊക്കെ ധരിക്കുക. ഇടയ്ക്കത് നമ്മൾ നൂരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തണുപ്പ് കയറും. പിന്നീട് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ല ക്ലിയറായിട്ട് നല്ല ജാക്കറ്റും കാര്യങ്ങളും നല്ല ഗ്ലൗസും ഒക്കെ ധരിക്കുക. ഇടയ്ക്കത് റിമൂവ് ചെയ്യാതിരിക്കുക. അവിടെ നമ്മൾ തിരിച്ച് പോകുന്നതിന് ശേഷം മാത്രമാണ് ഊരാവുള്ളൂ. ഇടയ്ക്ക് നമ്മളത് ഊരിക്കഴിഞ്ഞാൽ കുറച്ച് ഐസ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അത് വല്ലാണ്ട് തിക്കായിട്ട് നമുക്ക് കൈയൊക്കെ പൊട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം സ്നോയിലൊക്കെ കളിക്കാനായിട്ട് പോവുക. മണാലി ആണെന്നുണ്ടെങ്കിലും കാശ്മീരാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും സ്നോ ഉള്ള സ്ഥലത്ത് പോവുക, എക്സ്പ്ലോർ ചെയ്യുക, അടിച്ച് പൊളിക്കുക. ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനുഭവമാണ്, അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ആരും അത് മിസ് ചെയ്യരുത്. ഓക്കെ.